തിരക്കുകൾക്കിടയിൽ മനസ്സൊന്നും എടുക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഓടിപ്പോവുക? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകാം. പക്ഷേ അന്നത്തെ ഞങ്ങളുടെ ഉത്തരം അമ്പൂരി എന്നായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെറും 42 കിലോമീറ്റർ മാത്രം അകലെ സഖ്യന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഹരിത വിസ്മയം. മുൻനിശ്ചയമോ മുന്നൊരുക്കങ്ങളോ ഒന്നുമില്ലാതെ ഉച്ചകഴിഞ്ഞ് 12:30 തുടങ്ങിയ ഒരു യാത്ര ധനുവച്ചപുരം വെള്ളറുടെ റൂട്ടിൽ കുറെ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ നമ്മെ ആദ്യം വരവേൽക്കുന്നത് റബ്ബർ മരങ്ങളാണ്. അവയ്ക്ക് നടുവിലെ പാതയിലൂടെ വീണ്ടും സഞ്ചരിച്ചാലേ അമ്പൂരിയിലെത്താനാകൂ. ഞങ്ങൾ ആദ്യം പോയത് ഗ്രാമത്തിന്റെ മുഖമുദ്രയായ പാലത്തിലേക്കാണ്. നെയ്യാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തിന് കുറുകെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം. താഴെ ശാന്തമായി ഒഴുകുന്ന വെള്ളവും ചുറ്റും പച്ച വിരിച്ച മലനിരകളും. ഈയിടെ നവീകരിച്ച ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. വീശിയടിക്കുന്ന കാറ്റ് യാത്രയുടെ ക്ഷീണം മുഴുവൻ അകറ്റും. ഫോട്ടോഗ്രാഫിക്ക് ഇതിലും മികച്ചൊരു സ്പോട്ട് അമ്പൂരിയിൽ വേറെയില്ല. പാലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ആനക്കുളം. വേനൽക്കാലമായതുകൊണ്ട് നീരുറവ വറ്റി വരണ്ടിട്ടാണ്. വെള്ളമില്ലെങ്കിലും ഈ മലഞ്ചെരിവും പാറക്കെട്ടുകളും നീർച്ചാലുകളും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. ആനക്കുളം
പണ്ടുകാലത്ത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുള്ള കാട്ടാനകൾ ദാഹമകറ്റാനും കുളിക്കാനും സ്ഥിരമായി ഈ കുളത്തിൽ എത്തിയിരുന്നത്രേ. അങ്ങനെ ഇവിടം ആനക്കുളമായി. ഇന്ന് കാട്ടാനകൾ ഇറങ്ങുന്നില്ലെങ്കിലും നൂറ്റാണ്ടുകളായി വെള്ളമൊഴുകി മിനുസപ്പെട്ട ആ പാറക്കെട്ടുകൾ നമ്മെ ആകർഷിക്കുന്നത് തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് അമ്പൂരിയിലെ മറ്റൊരു വിസ്മയമായ ഇരപ്പൻകുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഴക്കാലത്ത് കാടിനുള്ളിൽ നിന്ന് ജലം ആർത്തിരമ്പി എത്തുന്ന വലിയൊരു പാറക്കുഴിയാണിത്. പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിന്നിച്ചിതറിയ ആ ഒഴുക്ക് ഒരു പ്രത്യേക ശ്രവ്യ ദൃശ്യ അനുഭൂതിയാണ്. ആനക്കുളത്ത് നിന്ന് ഞങ്ങൾ പോയത് അമ്പൂരിയിലെ പ്രശസ്തമായ സെന്റ് ജോർജ് ഫെറോന പള്ളിയിലേക്കാണ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മമ്മൂട്ടി ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ ചിത്രീകരിച്ചത് ഈ പള്ളിയുടെ പരിസരത്താണ്. ഫെറോന പള്ളിയിൽ നിന്നും ഞങ്ങൾ പോയത് മായം കടവിലേക്കാണ്. മായം എന്ന വാക്കിന് ഇലൂഷൻ, മാജിക് എന്നൊക്കെ അർത്ഥമുണ്ട്. പണ്ടുകാലത്ത് ജലനിരപ്പിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളും വഴികൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും കാരണമാണ് അവിടുത്തെ ഈ പ്രദേശത്തെ മായം എന്ന് വിളിച്ചു തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യഭംഗിയിൽ നിന്ന് ഞങ്ങൾ പോയത് അമ്പൂരിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ദ്രവ്യപ്പാറയിലേക്കാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഇടമാണിത്. ഈ വലിയ പാറക്കെട്ടിനുള്ളിൽ
ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കും ദ്രവ്യപ്പാറ എന്ന പേരിനും പിന്നിൽ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു ഏട് ഒളിഞ്ഞിരിപ്പുണ്ട്. എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ സാക്ഷാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒളിച്ചു കഴിഞ്ഞിരുന്നത് ഈ ദ്രവ്യപ്പാറയിലെ ഗുഹയിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അഭയവും ഭക്ഷണവും നൽകി ജീവൻ രക്ഷിച്ചത് ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനതയായിരുന്നു. അമ്പൂരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പരന്നു കിടക്കുന്ന 1500 അടിയോളം ഉയരമുള്ള നെല്ലിക്കാമലയുടെ നെറുകയിലാണ് ദ്രവ്യപ്പാറ സ്ഥിതി ചെയ്യുന്നത്. യാത്രയുടെ ക്ലൈമാക്സ് കുമ്പിച്ചൽ കടവ് പാലത്തിലേക്കായിരുന്നു. കടത്തുവഞ്ചികളുടെ ചരിത്രത്തിൽ നിന്നും വികസനത്തിലേക്ക് ഒരു നടന്നുകയറ്റം. വന്യമായ പ്രകൃതി ഭംഗിയോടൊപ്പം പാലം പുതിയൊരു അലങ്കാരമായി. അമ്പൂരിയുടെ പുതിയ ആകർഷണവും കുമ്പിച്ചൽ കടവ് പാലം തന്നെ. അനവധി ആളുകൾ ദിനേന ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നെയ്യാർ ജലസംഭരണിക്ക് കുറുകെ തലയുയർത്തി നിൽക്കുന്ന ഈ കൂറ്റൻ കോൺക്രീറ്റ് പാലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. പണ്ട് മുളഞ്ചങ്ങാടങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന തോടുമല, ചക്കപ്പാറ തുടങ്ങിയ ആദിവാസി ഊരുകളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണിത്. പാലത്തിന് മുകളിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വശങ്ങളിലെ പ്രകൃതി ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. പാലം കടന്ന് ഞങ്ങൾ ചെന്നെത്തിയത് തോട്മല എന്ന ഗോത്രവർഗ മേഖലയിലേക്കാണ്. ഇവിടം തികച്ചും മറ്റൊരു ലോകമാണ്. വികസനത്തിന്റെ പരിഷ്കാരങ്ങളൊന്നും കടന്നു കയറാത്ത പ്രകൃതി. അവിടെ വെച്ചാണ് ഞങ്ങൾ ആ വ്യൂ പോയിന്റ് കണ്ടത്. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ തടാകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യം. താഴെ നെയ്യാർ ഡാമിന്റെ റിസർവോയർ ശാന്തമായി ഒരു പച്ച നാട പോലെ ഒഴുകുന്നു. അതിന് പിന്നിലായി ഉയർന്നു നിൽക്കുന്ന അഗസ്ത്യകൂട മലനിരകൾ. മനസ്സും സമയവും നിശ്ചലമായതുപോലെ കണ്ണുകളെ മടക്കി വിളിക്കാൻ കഴിയാതെ അങ്ങനെ നിന്നുപോയി. നഗരത്തിന്റെ ബഹളങ്ങളില്ല, വാഹനങ്ങളുടെ ഇരമ്പൽ ശബ്ദമില്ല, കാറ്റിന്റെയും കിളികളുടെയും നാദമർമ്മരങ്ങൾ മാത്രം. അഗസ്ത്യകൂടം അപൂർവമായ സസ്യങ്ങളുടെയും ജീവികളുടെയും ആവാസ കേന്ദ്രമാണ്. കുമ്പിച്ചൽ കടവ് പാലം കടന്ന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ യാത്ര അപൂർണമായേനെ. അത്രയ്ക്കും മനോഹരമായിരുന്നു ഈ സായാഹ്ന കാഴ്ച.